കെ ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് PS സുജിത്താണ് ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ച് സാമൂഹിക മാധ്യമത്തിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സുജിത്ത് പീഡന കേസ് ഉൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് വീരപരിവേഷം നൽകിയ നേതാവാണ് PS സുജിത്ത്. അതേസമയം പോലീസ് കേസെടുത്തതിനു ശേഷവും അധിക്ഷേപം തുടരുന്നതായി ചൂണ്ടിക്കാട്ടി ഷൈൻ ടീച്ചർ FB ലിങ്കുകൾ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. എറണാകുളം റൂറൽ സൈബർ പോലീസ് അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അപവാദ പ്രചരണം നടത്തിയവർക്കെതിരായിട്ടുള്ള തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷക സംഘത്തിന്റെ നീക്കം. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് KM ഷാജഹാനെയും CK ഗോപാലകൃഷ്ണനെയും വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചനകളും. KN ഉണ്ണികൃഷ്ണൻ MLAയും KJ ഷൈൻ ടീച്ചറും അന്വേഷക സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. മുനമ്പം DYSP S ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊച്ചി സൈബർ ഡോം, കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ഡിവിഷനുകളിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചുവെന്നും സ്ത്രീ എന്ന നിലയിൽ അഭിമാനമുണ്ട് എന്നും ഷൈൻ ടീച്ചർ പറഞ്ഞിരുന്നു. പുരുഷനോ സ്ത്രീയോ എന്നല്ല, ഒരു മനുഷ്യനും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ടീച്ചർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ മടങ്ങിയെത്തിയ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉച്ചയോടെ മുനമ്പം DYSP ഓഫീസിലെത്തി മൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നു. അപവാദ പ്രചാരണത്തിന്റെ തുടക്കം പറവൂരിൽ നിന്നാണ് എന്നുള്ളതാണ് MLA പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ട് KM ഷാജഹാനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ് 3 MLAമാർ. കോതമംഗലം MLA ആന്റണി ജോണ്, കൊച്ചി MLA AKJ മാക്സി, കുനത്തൂക്കാട് MLA PV ശ്രീനിജൻ എന്നിവരാണ് പരാതിക്കാർ. എറണാകുളത്തെ CPM വനിതാ നേതാവിനെയും ഇടതുപക്ഷ MLAമാരെയും സംശയത്തിന്റെ നിഴലിലാക്കുന്ന തരത്തിൽ വാർത്ത നൽകി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വാർത്ത കാരണം തങ്ങൾക്ക് മാനഹാനിയുണ്ട് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ മാസം 16-നാണ് ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിൽ വിവാദ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ CPM നേതാവ് KJ ഷൈനിന്റെ പരാതിയിൽ ഷാജഹാനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് MLAമാരുടെ പരാതിയും വന്നിരിക്കുന്നത്. ഷാജഹാന്റെ വിവാദ വീഡിയോയ്ക്ക് പിന്നാലെ KJ ഷൈനിനും MLAമാർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം വ്യാപകമായിരുന്നു. സൈബർ ആക്രമണത്തിലും വ്യാജ പ്രചാരണങ്ങളിലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷൈനിന്റെ തീരുമാനം. സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്ന് KJ ഷൈന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു.